ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയെ യേശുവേ. ഹല്ലേലൂയ മാറാനാഥാ. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിൻ്റെ വിശ്വസ്തത തെളിയിക്കുക എന്നതിനെക്കുറിച്ചാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകലജാതി മതസ്ഥരുടെ മേലും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങളുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ പിശാചുകൾ ഓടിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ പാരമ്പര്യമായ ബന്ധനങ്ങൾ അഴിയും. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാത്ത മാറാവ്യാധികൾ ഒഴിഞ്ഞു പോയി അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിച്ച വലിയ അത്ഭുതങ്ങൾ ചിലർ ലെറ്റർ എഴുതി സാക്ഷ്യപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പ്രിയപ്പെട്ട അച്ഛാ, ഞങ്ങൾ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഞങ്ങളുടെ അമ്മച്ചിയുടെ കണ്ണിന് ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് മധുരയിലെ അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ മെയ് അവസാനത്തോടെ ഓപ്പറേഷനുള്ള തീയതി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് അമ്മച്ചിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടാകുകയും അതേ തുടർന്ന് ഓപ്പറേഷൻ 6 മാസത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്തു. അതനുസരിച്ച് നവംബർ 9 ഓപ്പറേഷന് തയ്യാറെടുത്ത് ആശുപത്രിയിൽ എത്തി ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ അത്ഭുതകരമായ മാറ്റം കണ്ടു. ഇപ്പോൾ കണ്ണിന് ഒരു പ്രശ്നവുമില്ല, ഓപ്പറേഷനും വേണ്ട, മരുന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഞങ്ങളെ തിരിച്ചയച്ചു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അമ്മച്ചി ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അത് വിശ്വസിക്കാതെയാണ് ഞങ്ങൾ അമ്മച്ചിയെയും കൊണ്ട് മധുരയിലെ ആശുപത്രിയിലേക്ക് പോയത്. ഈ അത്ഭുതം എല്ലാവരുടെയും മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഗ്ലാഡിസ് കെ ആൻ്റണി, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നും സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇടുക്കിയിൽ നിന്നും ഗ്ലാഡിസ് കെ ആൻ്റണി സാക്ഷ്യപ്പെടുത്തുകയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ വലിയ മോശമായിരുന്ന അവസ്ഥ. ടെലിവിഷൻ പ്രോഗ്രാമിൽ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത വ്യത്യാസം വന്ന സംഭവമാണ് ഇപ്പോൾ നാം കേട്ടത്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. ആ വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നത് കോട്ടയത്തു നിന്നുള്ള ബിജു ഡൊമിനിക്കും കുടുംബമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളുടെ 2 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ നാവിൽ പൂപ്പൽ രോഗം വളരെ കൂടുതലായി കട്ടിപിടിച്ച് ഒരു ലെതർ കഷ്ണം പോലെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് അതുകൊണ്ട് അസ്വസ്ഥതകൾ വളരെ കൂടുതലായിരുന്നു. ഞങ്ങൾ പല വിധത്തിലും ആ രോഗപീഠ വിട്ടുപോകാൻ വേണ്ടി ചെയ്തു നോക്കി. ഡോക്ടർമാരെ കാണിച്ച് മരുന്നും കൊടുത്തു. ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മരുന്നിൻ്റെ കയ്പ് സഹിക്കാനാവാതെ കുഞ്ഞ് ഭയങ്കര ഛർദിയും കരച്ചിലും ആരംഭിച്ചു. 3 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സഹിയോൻ ടീമിൻ്റെ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് TV-ക്ക് മുമ്പിൽ കുഞ്ഞിനെ കിടത്തി പ്രാർത്ഥിക്കുക ഒരു പ്രേരണ ഞങ്ങൾക്ക് തന്നു. അതും പ്രകാരം TV-ക്ക് മുമ്പിൽ ഈ രോഗിയായ കുഞ്ഞിനെ കിടത്തി കുടുംബാംഗങ്ങളായ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ പ്രവഹിച്ചു. പിറ്റേന്ന് തന്നെ കുഞ്ഞിൻ്റെ നാവ് പരിപൂർണമായി സൗഖ്യപ്പെട്ടതായി കാണപ്പെട്ടു. അതിനുശേഷം ഇന്ന് വരെ കുഞ്ഞിന് നാവ് സംബന്ധമായ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു ഞങ്ങളുടെ കുഞ്ഞിനെ യാതൊരു മരുന്നും കൂടാതെ അത്ഭുതത്തിലൂടെ സുഖപ്പെടുത്തിയതിനോർത്ത് യേശുക്രിസ്തുവിന് 1000 നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കോട്ടയത്തു നിന്ന് ബിജു ഡൊമിനിക്കും കുടുംബവും സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ടെലിവിഷനിൽ സഹിയോൻ ടീം വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വചന ശുശ്രൂഷ സമയത്ത് രോഗിയായ കുഞ്ഞിനെ ടെലിവിഷന് മുമ്പിൽ കടത്തി കുടുംബം ഒന്നിച്ച് കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗിയായ കുഞ്ഞിൻ്റെ മേൽ ദൈവശക്തി പ്രവഹിച്ച അനുഭവമാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് മകനെ മകളെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. എല്ലാവരും കരങ്ങൾ ഉയർത്തി അറിയാവുന്നതുപോലെ യേശുവിനെ വിളിക്കട്ടെ, അറിയാവുന്നതുപോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകത്തിൽ ഈ സമയത്ത് ഈ ടീമിനോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ വ്യക്തികളുടെ മേലും അത്ഭുത അഭിഷേകം പടരട്ടെ, അത്ഭുത ഉണർവ് പടരട്ടെ, പ്രാർത്ഥനാരൂപി നിറയട്ടെ, പ്രേക്ഷിത തീഷ്ണത നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. അത്ഭുത അഭിഷേകത്താൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുത അഭിഷേകത്താൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. വലിയ ബന്ധനങ്ങൾ, പാരമ്പര്യ ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുഷ്ടബോധങ്ങളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അശുദ്ധ ശക്തികളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര സേനകളെ ശാസിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ, രോഗപീഠകളെ വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് നിന്റെ വിശ്വസ്തത തെളിയിക്കുക. അച്ഛൻ ഈ കാര്യം പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ അട്ടപ്പാടിയിലെ ഒരു നിഷ്കളങ്ക ദൈവ പൈതലിൻ്റെ വേദന തെളിഞ്ഞു നിൽക്കുകയാണ്. ആ നിഷ്കളങ്ക ദൈവ പൈതൽ 2 ആഴ്ചകൾക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്ന് വളരെ വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, 14 വർഷമായി ദൈവവേല ചെയ്യുന്നൊരു കുടുംബമാണ് എൻ്റെ കുടുംബം. ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞത് മുതൽ എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല. കള്ളപ്പണമോ കൊള്ളമാർഗങ്ങളോ ഞാൻ അവലംബിച്ചിട്ടില്ല. എല്ലാ ആഴ്ചകളിലും ഞാൻ ദേവാലയത്തിലും ദേവാലയ കർമ്മങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. കുമ്പസാരവും കുർബാനയും ഉണ്ട്. എൻ്റെ കഴിവിൻ്റെ തോതനുസരിച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും ദൈവവേല ചെയ്യുന്നു. വചനോത്സവം, മറ്റ് ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം അട്ടപ്പാടിയുടെ മലമടക്കുകളിലൂടെ കൊണ്ടു നടന്ന് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, സാധിക്കുന്നത് പോലെ സാധുക്കളുടെ കണ്ണുനീരിൽ ഞാൻ പങ്കുചേരുന്നു. എന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ സാധുക്കളെ ഞാൻ സഹായിക്കുന്നു. എൻ്റെ കുടുംബത്തിലും പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്നും ബൈബിൾ വായിക്കുന്നു. പക്ഷേ അച്ഛാ, എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്. 10-12 വർഷത്തിലധികമായി അടിക്കടി തകർച്ചയാണച്ചാ. ഒന്നിനു പുറകെ ഒന്നായി ഓരോ രോഗങ്ങൾ. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എൻ്റെ ഒരു മകൻ, അവൻ തളർന്ന് എപ്പോഴും വീടിനുള്ളിൽ കയറി കിടക്കും. അവൻ പുറത്തേക്ക് പോകണില്ല. അവൻ ഒരു കാര്യം ചെയ്യുന്നില്ല. 10-28 വയസ്സിലധികമായി. അവൻ്റെ കല്യാണം ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി അച്ഛാ. എൻ്റെ മകളുടെ കല്യാണം നടക്കാതെ ഒരുപാട് ഞാൻ കരഞ്ഞു. അവസാനം എല്ലാവരുടെയും നിലവിളിക്ക് ഉത്തരമായിട്ട് ഒരു വിധത്തിൽ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു എന്നേ ഉള്ളൂ. വീട്ടിലൊരു വലിയ പ്രശ്നമാണ്, മക്കളുടെ വിവാഹം നടക്കണില്ല. സാമ്പത്തികമായി വലിയ ഞെരുക്കം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ കുടുംബത്തിലൊരു സമാധാനം, എൻ്റെ ഭാര്യ ഒരു സമാധാനം എനിക്ക് തരുന്നില്ല. എൻ്റെ കൃഷിഭൂമിയിൽ എനിക്ക് എന്താണെന്നറിയില്ല, എത്ര കൃഷി ചെയ്താലും ഒരു മെച്ചമില്ല. എന്തെങ്കിലും ഒരു പീഡ വന്ന് കൃഷി നശിച്ചു പോവുകയാണ് അച്ഛാ. ഇങ്ങനെ കണ്ണുനീരിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ അടുത്ത കാലത്ത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോ നിങ്ങൾക്കെതിരെ കഠിനമായ മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇടം വലം അനങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ത് നിങ്ങളെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. മകനും മകളും ജീവിത പങ്കാളിയും കൃഷിയിടവും എല്ലാം മന്ത്രവാദം ഇത് വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് ഏതെങ്കിലും ആ സ്ഥലത്ത് പോയി ശക്തിയായി പ്രാർത്ഥിച്ച് ഈ പൈശാചിക പീഡകളെ വിടുവിക്കണം. വേറൊരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, എന്നും പന്നിനെയ്യ് കഴിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ശരിയായേക്കുമെന്ന്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞപ്പോൾ ആ ദൈവ പൈതലിന് കൂടുതൽ വിശ്വാസമായി. ആ ദൈവ പൈതൽ പറഞ്ഞു, അച്ഛനും കൂടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആരോ കൂടോത്രം ചെയ്ത്, അല്ല, എനിക്ക് കുറച്ച് നാളായിട്ട് അങ്ങനെ തോന്നാൻ തുടങ്ങിയായിരുന്നു. അച്ഛനും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവ പൈതൽ അങ്ങനെ മനസ്സിൽ തളർന്ന് ഇരിക്കുകയാണ്. ആ ദൈവ പൈതലിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പന്നിനെയ്യ് കഴിച്ചാൽ മാറുന്ന പീഡയാണ് ഇതെന്ന് ഞാൻ പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ജീവിക്കുന്ന കർത്താവ് നൽകിയ വ്യക്തമായ വെളിപാടാണ് സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം. യാക്കോബിന് ആഭിചാരം യേശുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. യാക്കോബിന് ആഭിചാരം യേശുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദൈവ പൈതൽ അട്ടപ്പാടിയുടെ മലവടക്കുകളിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച ഈ ദൈവ പൈതൽ ഞാൻ വ്യക്തിപരമായി അറിയുന്ന 10-15 വർഷമായി ഞാൻ അറിയുന്നൊരു കുടുംബമാണ്. ആ വ്യക്തി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു തിന്മയ്ക്ക് പോകുന്ന വ്യക്തിയല്ല. ആ വ്യക്തി സാധിക്കുന്ന പോലെ ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി കർത്താവിനെതിരെ കളങ്കം ചെയ്യുന്ന വ്യക്തിയല്ല. ഒരു നിഷ്കളങ്ക ഹൃദയനാണ്. വിശ്വാസവും പ്രാർത്ഥനയുള്ളൊരു പൈതലാണ്. മാമോദിസ സ്വീകരിച്ച് യേശുവിൻ്റെ സഭയിലെ അംഗമാണ്. ആ ദൈവ പൈതൽ ഇന്ന് ഇടർച്ച വെക്കുന്ന ഒരു ഉപദേശത്തിന്റെ പിടിയിൽപ്പെട്ട് വേദന അനുഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സത്യവചനം എന്താണ് പഠിപ്പിക്കുന്നത്?
യാക്കോബിന് ആഭിചാരം യേശുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ആ വ്യക്തി എന്നോട് ഇടയ്ക്കൊരു ചോദ്യം, അച്ഛാ, ചില ആളുകൾ എന്നോട് പറഞ്ഞു, വേണ്ട പോലെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ദൈവവേലയ്ക്ക് ഇങ്ങനെയൊക്കെ പോയാൽ തിരിച്ചടി ഉണ്ടാവും. ഞാൻ ചെയ്ത ദൈവവേലയുടെ തിരിച്ചടി കൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, എവിടെയാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിനക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന്? സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യമുണ്ട്. അതെന്താന്ന് ഞാൻ നിങ്ങളോട് പറയാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം, യേശു ക്രിസ്തു സകലകാല ശിഷ്യന്മാർക്ക് വേണ്ടി ശക്തിയോടെ വെളിപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെയും അധികാരത്തിന്റെയും വചനമാണിത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി ചവിട്ടി നടക്കാൻ അധികാരമുള്ളവനാണ് ഒരു ദൈവ വേലക്കാരൻ, ഒരു ശുശ്രൂഷകൻ, മാമോദിസ മുങ്ങിയ ഒരു ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. മാമോദിസ മുങ്ങി ദൈവവേല ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു പ്രിയനാണെങ്കിൽ, കർത്താവിൻ്റെ ഒരു ശിഷ്യനാണെങ്കിൽ, ആ ശിഷ്യനെ കുറിച്ച്, ആ വിശ്വാസിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിങ്ങനെയാണ്, നിങ്ങളെ ഒന്നും ഉപദ്രവിക്കുകയില്ല. യേശു ക്രിസ്തു നൽകുന്ന ഈ ഉറപ്പിനേക്കാൾ വലിയൊരു ഉറപ്പ് ഇനി ആര് നിങ്ങൾക്ക് തരണം? യേശു ക്രിസ്തു നൽകുന്ന ഈ വചനത്തെക്കാൾ ശക്തി ഇനി ആര് നിങ്ങൾക്ക് ഈ ഭൂമി തരണം? മകനെ, മകളെ, വിശ്വാസി, നീ ദുർബലപ്പെടരുത്. വിശ്വാസി, നീ മനസ്സിൽ തകരരുത്. ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ ഒരുപക്ഷെ പല ഭാഗത്ത് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന വലിയ അധികാരമാണ് ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി ചവിട്ടി നടക്കാനുള്ള അധികാരം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 18-ാമത്തെ തിരുലിഖിതം, ഇതാ യേശു ക്രിസ്തു 72 പേർ മടങ്ങി വന്നപ്പോൾ യേശു ക്രിസ്തു അവരോട് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു രംഗമാണിത്. ആ 72 പേരോട് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതാ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവേലക്കാരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഒരു ദൈവവേലക്കാരൻ നാവനക്കുമ്പോൾ, ഒരു ദൈവവേലക്കാരൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സാത്താൻ ഉന്നതത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാത്രമല്ല, സുവിശേഷത്തിൽ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ ശുശ്രൂഷകന്, ഒരു ദൈവവേലക്കാരന് ഇതിനേക്കാൾ വലിയൊരു അധികാരം കൂടെ കർത്താവ് നൽകിയിട്ടുണ്ടല്ലോ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ചെയ്യും. ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. ഈ വിധമുള്ള വലിയ അധികാരങ്ങളാണ് യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്കും തൻ്റെ ശിഷ്യന്മാർക്കും തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വത്സല ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ളത്. ഇത് 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. 72 പേരെ യേശു അയച്ചപ്പോൾ യേശു പറഞ്ഞ വചനങ്ങളും ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. മാത്രമല്ല പ്രിയപ്പെട്ട മക്കളെ, നമ്മളാരും അനാഥരല്ല. നമ്മളാരും വളരെ ദുർബലരോ അനാഥരായി നമ്മൾ ഭാവിക്കരുത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, യേശു ക്രിസ്തു സംശയത്തിന് ഇടയില്ലാത്ത വിധം ഉറപ്പോടുകൂടി ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അന്ന് സാറായുടെ ഭവനത്തിൽ നിന്ന് പിശാചിനെ ഒഴിപ്പിക്കാൻ കൊച്ചു തോബിയാസ് പോയപ്പോൾ സ്വർഗത്തിൽ നിന്ന് റാഫേൽ മാലാഖയെ അകമ്പടിയായി വിട്ടുകൊടുത്ത ദൈവം, ഇന്നും ജീവിക്കുന്ന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ശക്തമായ ഒരു യോദ്ധാവിന്റെ അകമ്പടിയുണ്ട്. അതാണ് യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇന്ന് ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും കൂടെ, വിശ്വാസിയും മാമോദിസ മുങ്ങിയവനും യേശുവിനെ ആരാധിക്കുന്നവനായ ഒരു ദൈവ പൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്റെയും നിങ്ങളുടെയും കൂടെ ശക്തനായ യോദ്ധാവായി പരിശുദ്ധാത്മാവ് കൂടെ സഞ്ചരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ശക്തി ആർക്കാണുള്ളത്? മിഖായേൽ മാലാഖയ്ക്കോ, ഗബ്രിയേൽ മാലാഖയ്ക്കോ, റഫായേൽ മാലാഖയ്ക്കോ? പ്രിയപ്പെട്ട മക്കളെ, മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാർ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ സംരക്ഷണവും ശക്തിയാണ് പരിശുദ്ധാത്മാവ് ഒരു യോദ്ധാവായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത്. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, യേശുദ മറ്റൊരു ശ്രേഷ്ഠ വാഗ്ദാനം നമുക്ക് നൽകുന്നു. അതിങ്ങനെ എത്രയും നാം ബൈബിളിൽ വായിക്കുന്നത്, യുഗാന്ത്യം വരെ
എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അകമ്പടിയുള്ള ജീവിതമാണ് ഒരു ദൈവവേലക്കാരൻ്റെ ജീവിതം. പിന്നെ ഇവൻ ഈ തിരിച്ചടിയെക്കുറിച്ച് എന്തിനു ദുഃഖിക്കുന്നു, എന്തിനു ഭയപ്പെടുന്നു? പ്രിയ മകനെ, പ്രിയ മകളെ, നീ ദുർബലനാകരുത്, നീ ചഞ്ചലചിത്തനാകരുത്, നീ മനസ്സിൽ ഭയത്തോടു കൂടി നടക്കരുത്. നിന്റെ കൂടെ യേശു ക്രിസ്തുവിൻ്റെയും നിന്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെയും അതിശക്തമായ അകമ്പടിയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഉന്നത വാഗ്ദാനങ്ങൾ അധികാരമായി നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ആ വ്യക്തി ചോദിച്ചു, അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തകർച്ചയെല്ലാം വരുന്നത്? അതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ കർത്താവ് ചില വെളിപ്പെടുത്തൽ എനിക്ക് തന്നു. മധ്യപൗരസ്ത്യ ദേശത്ത് വലിയ സമ്പന്നനായി ജോബ് വിരാജിക്കുകയാണ്. അങ്ങനെ വലിയ സമ്പന്നനായി ജോബ് വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അദ്ദേഹത്തിന് ഒരുപാട് മാടുമാടുകളും ദാസീദാസന്മാരും പറമ്പും വരുമാന മാർഗങ്ങളും ഉണ്ടായിരുന്നു. മധ്യപൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നാണ് ജോബിൻ്റെ പേര്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരാൻ തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി തകർച്ചകൾ അദ്ദേഹത്തിന് പിടികൂടി. അങ്ങനെ അദ്ദേഹത്തിന് സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. മാത്രമല്ല, ജോബിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 26-ാം വാക്യം നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞ് ചൊറി പിടിച്ച് ഓട്ടും കഷ്ണങ്ങളും മാന്തി ചൊറിഞ്ഞ് മാന്തി ഇരിക്കുന്ന ജോബിനെയാണ് നാം ജോബിൻ്റെ പുസ്തകത്തിൽ 19-ാം 26-ാം വാക്യത്തിൽ കാണുന്നത്. അങ്ങനെ ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞ് ചിരങ്ങ് പിടിച്ച് ഓട് കഷ്ണങ്ങൾ ഇങ്ങനെ മാന്തിയിരിക്കുമ്പോൾ ജോബ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞാലും അഴുകിയ ശരീരത്തിലിരുന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കാണും. വിശുദ്ധിയോടെ ജീവിക്കുന്നതിൽ, കർത്താവിൽ ബലപ്പെട്ട് ജീവിക്കുന്ന അഭിമാനം കൊണ്ടിരുന്ന ജോബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഷ്ടത മാറി. അങ്ങനെ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നാം കാണുന്നൊരു കാര്യമുണ്ട്. ജോബിന് വലിയ ദൈവാനുഗ്രഹം ഉണ്ടായി. അങ്ങനെ ജോബ് പൂർവ്വസ്ഥിതി പ്രാപിച്ചപ്പോൾ ജോബിൻ്റെ സ്നേഹിതന്മാർ പാപം ചെയ്ത് തകർന്നപ്പോൾ ആ തകർച്ചയിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി ദൈവം ജോബിൻ്റെ സ്നേഹിതന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തകർച്ച വിട്ടുപോകാൻ എൻ്റെ ദാസനായ ജോബിൻ്റെ അടുത്തേക്ക് പോവുക. ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഞാൻ നിങ്ങളുടെ കഷ്ടതയും തകർച്ചയും എടുത്തു മാറ്റും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ജോബിൻ്റെ ജീവിതത്തിൽ കർത്താവിനുള്ള സ്നേഹവും കർത്താവിനുള്ള വിശ്വസ്തതയും തെളിയിക്കാൻ ഒരു കാലഘട്ടം കർത്താവ് അനുവദിച്ചിരുന്നു. തകർച്ചയുടെയും ഞെരുക്കത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പരിത്യക്താവസ്ഥയുടെയും നിന്ദനത്തിൻ്റെയും നടുവിലൂടെ കർത്താവ് കൈപിടിച്ച് ജോബിനെ നടത്തി. ജോബ് ആ ഞെരുക്കത്തിൽ, ആ കഷ്ടതയിൽ, ആ പരീക്ഷണത്തിൽ, ആ ദുഃഖത്തിൽ, ആ പീഡകളിൽ കർത്താവിനെ ഉപേക്ഷിക്കാതെ കർത്താവിനോടുള്ള വിശ്വസ്തത ജോബ് തെളിയിച്ചു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ ജോബിനൊരു വലിയ അഭിഷേകം കൈവന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേൽ പകരാൻ തക്കവണ്ണമുള്ള വലിയ ഒരു സ്വർഗീയ അഭിഷേകം അദ്ദേഹത്തിൻ്റെ മേൽ ദൈവം നിക്ഷേപിച്ചു. ദൈവം പറയുകയാണ്, നിങ്ങൾ ജോബിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. എൻ്റെ ദാസൻ ജോബ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഒരു ദൈവവേലക്കാരനാണോ? നീ ഒരു വിശ്വാസിയാണോ? നീ കർത്താവിൻ്റെ ഒരു പൈതലാണോ? നിന്റെ കർത്താവിനോടുള്ള വിശ്വസ്തത വിശുദ്ധിയിൽ തെളിയിക്കാൻ കഷ്ടതയുടെ നടുവിലൂടെ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തിയെന്ന് വരാം. അപ്പോഴും നീ കർത്താവിനെ മുറുകെ പിടിക്കണം. നീ ദുർബലനാകരുത്, നീ ചഞ്ചലചിത്തനാകരുത്. നീ വസിക്കുന്ന പറമ്പ് വിറ്റാൽ ഈ പ്രശ്നം തീരുമെന്ന് ചിന്തിക്കരുത്. നീ ഇതാരോ കൂടോത്രം ചെയ്തതാണ്, മന്ത്രവാദം ചെയ്തതാണ് എന്ന് ധരിച്ച് ദുർബലനാകരുത്. നിന്റെ ശുശ്രൂഷയുടെ ഫലമായി എന്തോ തിരിച്ചടി നിനക്ക് വന്നതാണെന്ന് ദുർബല ചിന്തയോടുകൂടി ഇരിക്കരുത്. നീ കർത്താവിൽ ശക്തനാകണം. നിന്റെ വിശ്വസ്തത നീ തെളിയിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും അവിടുന്ന് തുടരണമേ കർത്താവേ. ഏതെങ്കിലും മകനോ മകളോ ഏതെങ്കിലും സാഹചര്യത്തിൽ ദൈവവേലയിൽ ദുർബലനായിരിക്കുന്നുണ്ടെങ്കിൽ, ആരോ എനിക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ആരോ എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, ഈ മന്ത്രവാദമാണ് എന്നെ തകർക്കണത് എന്ന് ദുർബല ചിന്തയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവവചനത്തിൻ്റെ അഗ്നിയാൽ എല്ലാ ദുർബല ചിന്തകളും ദഹിച്ചു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ നിലയിൽ വലിയ അധികാരങ്ങളുള്ളവനാണെന്നും സാത്താൻ അവനെ ഭയപ്പെടുന്നുവെന്നും തിരിച്ചറിയാനുള്ള ഉൾക്കണ്ണ് ഇപ്പോൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഭയചിന്തകൾ നിർവീര്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുർപീഡകളും വിട്ടുമാറിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. Hallelujah, Maranatha.
2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ അനേകം രോഗികളെ സുഖപ്പെടുത്തിയും അനേകം പിശാച് ബാധിതരെ ഒഴിപ്പിച്ചും അനേകം കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചും നടന്നു വന്നവനായ യേശു ക്രിസ്തു ഇതാ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന മുറിയിൽ, നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് അത്ഭുത ശക്തിയോടെ സന്നിഹിതനാകുന്ന സമയമാണ്. ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് നിങ്ങൾ എന്ത് പീഡയിലാണോ ഇരിക്കുന്നത്, എന്ത് ദുഃഖത്തിലാണോ ഇരിക്കുന്നത്, യേശു ക്രിസ്തുവിലേക്ക് ആ ദുഃഖത്തെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉറക്കെ യേശുവിനെ വിളിക്കുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് യേശുവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കും. മകനെ, മകളെ, വിശ്വാസത്തോടെ 10,000 പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മാറാ രോഗങ്ങളിലേക്ക് അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളുടെ വലിയ തകർച്ചകളിലേക്ക് അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കർത്താവേ, സാമ്പത്തിക ഞെരുക്കങ്ങളിലിരിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവേ, ഇന്ന് വലിയ പ്രതികൂലത നേരിടാനിരിക്കുന്ന മക്കൾക്ക് ധൈര്യവും ശക്തിയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവേ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെ ഉണർത്തണമേ. കർത്താവേ, എല്ലാ പീഡകളിലിരിക്കുന്നവർ, പൈശാചിക നൊമ്പരങ്ങളിലിരിക്കുന്നവർ, ഭയത്തിലിരിക്കുന്നവർ, ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് മിനി. ഞാൻ മണ്ണാർക്കാട് നിന്ന് വരുന്നു. എനിക്ക് 5 വർഷത്തോളമായി അലർജിയുടെ തുമ്മലായിരുന്നു. രാത്രി കിടന്നുറങ്ങാൻ പറ്റുകയില്ല. മൂക്ക് രണ്ടും അടഞ്ഞിരുന്നിട്ട് ഞാൻ ഞായറാഴ്ച ഇവിടെ വന്ന് അന്ന് രാത്രി തൊട്ട് ക്ലാസ് കഴിഞ്ഞൊന്ന് തല പച്ചവെള്ളത്തിൽ കഴുകി ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ ഇതുവരെയും കിടന്നുറങ്ങി സുഖമായിട്ട്. 5 വർഷമായുള്ള അലർജി രോഗം, തുമ്മലിന്റെ അസ്വസ്ഥത ഈ സഹോദരന് യേശുക്രിസ്തു എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.